കേരള തലസ്ഥാനത്തിന്റെ വികസന കുതിപ്പിന് കരുത്തേകാൻ മെട്രോയും എത്തുന്നു. സ്മാർട്ട് റോഡുകളെ പോലെ തലസ്ഥാന നഗരത്തിന്റെ ഗതാഗത വികസനത്തിൽ വിപ്ലവകരമായ മാറ്റമാകും മെട്രോ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ സാധ്യമാകുന്നത്. സമസ്ത മേഖലകളിലും വികസനത്തിന്റെ പുതുവെളിച്ചം വിതറിയ നഗരമാണ് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം. വികസനത്തിന്റെ പുതിയ ഗാഥ എഴുതി ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളെ പിന്തള്ളിയാണ് തലസ്ഥാന നഗരത്തിന്റെ വളർച്ച. 2020 മുതലുള്ള ഭരണസമിതി കാലയളവിൽ മികച്ച വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിനും രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിയതിനും 28 പുരസ്കാരങ്ങളാണ് തിരുവനന്തപുരം നഗരസഭ നേടിയിട്ടുള്ളത്. മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി 3 തവണയും ആരോഗ്യ മേഖലയിലെ മികവിന് 2 തവണ ആർദ്ര കേരളം പുരസ്കാരവും നേടി. 2024 സുസ്ഥിര വികസനത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ UN ഹാബിറ്റാറ്റ് ഷാങ്ഹായ് ഗ്ലോബൽ അവാർഡും തിരുവനന്തപുരം സ്വന്തമാക്കിയിട്ടുണ്ട്. ഭിന്നശേഷി സൗഹൃദ പുരസ്കാരം, മികച്ച ഹരിതകർമ്മ സേനയ്ക്കുള്ള പുരസ്കാരം, വയോസേവന അവാർഡ്, നീതി ആയോഗിന്റെ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട മികച്ച മാതൃകയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇതെല്ലാം തിരുവനന്തപുരം നഗരത്തിന്റെ നേട്ടങ്ങളാണ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായതോടെ തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ മാറി തുടങ്ങി. വികസന സേവനങ്ങൾ ലഭിക്കുന്ന മെഡിക്കൽ കോളേജ്, ടൂറിസം രംഗത്തെ കുതിപ്പ് തുടങ്ങി സമസ്ത മേഖലയിലെയും മികവാർന്ന മുന്നേറ്റത്തോടെ ഇന്ത്യയിൽ അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലാണ് തിരുവനന്തപുരം നഗരത്തിന്റെ സ്ഥാനം. ആ വളർച്ചയുടെ വേഗം ത്വരിതപ്പെടുത്തുന്നതാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്ന മെട്രോ പദ്ധതിയും. ടെക്നോ പാർക്കിന്റെ 3 ഫേസുകൾ, വിമാനത്താവളം, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, സെക്രട്ടേറിയറ്റ്, മെഡിക്കൽ കോളേജ് എന്നിവ ബന്ധിപ്പിക്കുന്ന ആദ്യഘട്ട അലൈൻമെന്റിനാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിട്ടുള്ളത്. 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ 27 സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കും. പാപ്പനംകോട് നിന്ന് ആരംഭിച്ച് കിള്ളിപ്പാലം, പാളയം, മെഡിക്കൽ കോളേജ്, ഉള്ളൂർ, ശ്രീകാര്യം, കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കൊച്ചുവേളി, വിമാനത്താവളം വഴി ഈഞ്ചക്കലിൽ അവസാനിക്കുന്നതാണ് ആദ്യഘട്ട അലൈൻമെന്റ്. പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനാണ് 1ാം ഘട്ട അലൈൻമെന്റ് അംഗീകരിച്ചതോടെ വിരാമമായിരിക്കുന്നത്. മെട്രോ യാഥാർത്ഥ്യമാകുന്നതോടെ നഗരത്തിലെത്തുന്ന സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനും ഗതാഗത കുരുക്ക് അഴിക്കാനും സാധിക്കും. മോണോ റെയിലും ലൈറ്റ് മെട്രോയും തിരുവനന്തപുരത്ത് നടപ്പാക്കുന്നതിനായി പരിഗണിച്ചിരുന്നുവെങ്കിലും ഭാവിയിലേക്ക് ഇത് രണ്ടും ഗുണകരമാകില്ലെന്ന് കണ്ടെത്തി കൊച്ചി മെട്രോയോ രാജ്യത്ത് നടപ്പാക്കിയ മറ്റു മെട്രോകളോ പോലെയോ ഒന്നു മതിയെന്ന് തീരുമാനിച്ചു. തിരുവനന്തപുരം മെട്രോയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ശ്രീകാര്യം, ഉള്ളൂർ, പട്ടം എന്നീ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചുമതല കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ശ്രീകാര്യം മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഇപ്പോൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ അനന്തപുരിയുടെ വികസന കുതിപ്പിന് പുതിയൊരു ഗതിവേഗമാണ് കൈവന്നു ചേരുന്നത്.